ഹലോ, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറയുമ്പം നമ്മുടെ ശാലിനിയാണെങ്കിൽ നമ്മുടെ ശാരദാമ്മയ്ക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്ന വ്യക്തിയെ ശാരദാമ്മ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു ആളാണ് ശാരദാമ്മയ്ക്ക്. അപ്പോൾ ശാരദാമ്മയ്ക്ക് അയാൾ ആരാന്നൊക്കെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ശാലിനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു ഈ വ്യക്തിയുമായിട്ട്. അപ്പോൾ ഇനി ആ വ്യക്തിക്ക് ശാലിനിയുടെ ജീവിതത്തിൽ എന്താണ് ഭാഗം എന്നതും കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന എപ്പിസോഡിനകത്ത് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ആൾ ചില്ലറക്കാരനൊന്നും അല്ല. ആ വ്യക്തിക്ക് കുബേരന് വരെ വേണമെങ്കിലും പണം കടം കൊടുക്കത്തക്ക രീതിയിലുള്ള സമ്പത്ത് ഇട്ട് മൂടാനുള്ള ഒരു വ്യക്തിയാണെന്നും കൂടെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇന്ന് ആ വ്യക്തിയുടെ പ്രസൻസിൽ വെച്ച് തന്നെ നമ്മുടെ സത്യമോളെ കാണാതാകുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്നായാലും ശാലിനിക്കും ശാലിനിയുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് അതിനെ ഡീൽ ചെയ്യുന്നത് എന്നതും കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായി മാറാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് നമ്മൾ നോക്കുമ്പം സീരിയൽ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ എന്താണ് നമ്മുടെ പപ്പി മോള് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ റെഡി ആയതും അച്ചച്ചാ എന്ന് പറഞ്ഞിട്ട് നേരെ അച്ചച്ചൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ അച്ചച്ചൻ്റെ അടുത്ത് പറയുന്നത്, എൻ്റെ പപ്പി മോള് ഒരുങ്ങിയ സ്കൂളിൽ പോകാൻ വേണ്ടി എന്ന് പറയുന്നു. പഠിച്ച് നല്ല മിടുക്കി ആവണം കേട്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യാമ്മ ഇത് കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ മിടുക്കൊന്നും ആവണ്ട, ഇത്രയൊക്കെ മിടുക്ക് മതി. ഈ മിടുക്ക് കിട്ടിയിട്ടേ പോലീസ് സ്റ്റേഷനിൽ പോകണം തോന്നിയാൽ ഇനി പിന്നെ തോന്നും മിലിറ്ററി ക്വാർട്ടേഴ്സിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോകാൻ തോന്നിക്കഴിഞ്ഞാലോ. ഉടനെ എന്താണ് സത്യാമ്മയെ വഴക്ക് വന്നുകൊണ്ട് നമ്മുടെ രാഘവേട്ടൻ പറയും, നിനക്കിത് ഇതുവരെ നിർത്താറായില്ലേ ബാമേ, ഇത് തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയും, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കലി കെട്ടടങ്ങുന്നവരെ തീരും. ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടല്ലോ പറഞ്ഞിട്ടും തീരുന്നില്ല. കാരണം ഇവൾ ഇങ്ങനെ കാണിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അവളെ അന്വേഷിച്ച് പോകുന്നവരെല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പടി അടച്ച് പിണ്ടം വെച്ചതാണ്. എന്നിട്ട് അവളുടെ പിറകെ പോകുന്ന ആരാണെങ്കിലും അവർ തീരുമാനിക്കണം, എന്നെ ശത്രുപക്ഷത്ത് വെച്ച് കാണണോ എന്ന് തീരുമാനിച്ചിട്ട് വേണം ആ ഒരു കാര്യം ഇതാക്കാൻ. നീയേ ബാമേ, ഞാൻ ഒന്നും പറയുന്നില്ല. അവൾ ചെയ്ത എന്ത് നല്ല കാര്യം നീ മനസ്സിലാക്കുന്നത്. നേരായ ഒരു കാര്യത്തിന് അതും ന്യായവും നീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായി കിട്ടേണ്ട സ്ഥലമായ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു കുട്ടി തിരഞ്ഞെടുത്ത് പോകുമ്പോൾ നമ്മൾ അവളെ അപ്രിഷ്യേറ്റ് അല്ലേ ചെയ്യേണ്ടത്. കാരണം അഭിനന്ദിക്കണം. കാരണം അവൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറുക്ക് വഴി തേടി കാര്യങ്ങൾ സാധിക്കുമ്പോൾ അവർ നേർമാർഗം തേടിയെടുത്ത് ആ നേർമാർഗത്തിൽ കൂടെ പോയി തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ബാമേ. അതിന് പകരം നീയോ ശകാരിക്കുന്നു. ഇതൊക്കെ നീ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ബാമേ. ബാമേ, നിനക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ വീണ്ടും പറയും ശാലിനിയെക്കുറിച്ച് ഇവിടെ ആരും ഇനി മിണ്ടണ്ട. കാരണം അവൾ ചേച്ചിയും അന്വേഷിച്ച് പോയതല്ലേ. ഇതൊന്നും നിങ്ങൾ രാഘവേട്ടൻ എങ്ങനെ പറയാതിരിക്കും. അവൾ ചേച്ചിയും അന്വേഷിച്ച് പോയത് കൊണ്ട് രാഘവേട്ടൻ എന്താണ് പപ്പി ചെയ്താലും ശരിയാണെന്ന് സപ്പോർട്ടല്ലേ പറയത്തുള്ളൂ. അതുപോലെ എനിക്കാകാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ ശാലിനിക്ക് ഒരു സ്ഥാനമില്ല. അവളെക്കുറിച്ച് ഇനി ആര് പറഞ്ഞാലും അവരെല്ലാവരും എന്താണ് എൻ്റെ ശത്രു തന്നെ ആയിരിക്കും. ഉടനെ രാഘവേട്ടൻ പറയുന്നത്, ബാമേ നീ ഇങ്ങനെ പറയരുത്. നീ ഒന്ന് പോയിരുന്ന് സമാധാനമായിട്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കി. നിനക്കറിയാം, നമുക്കറിയാം അതായത് ശാലിനി ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ രാഘവേട്ടൻ പോലും എണീറ്റ് നിന്ന് നടക്കുന്നതിൻ്റെ കാര്യം തൊട്ട് സത്യാമ്മയ്ക്കായാലും എന്തൊക്കെ രീതിയിലും ഇന്ന് പോലും സത്യാമ്മയുടെ കയ്യിൽ നിന്നാണ് ശ്യാമയുടെ കുട്ടി നഷ്ടപ്പെട്ടെന്ന് പോലും ഒരു ദുഃഖം സത്യാമ്മയ്ക്ക് ഏൽക്കാതെ ഇരിക്കത്തക്ക രീതിയും കൂടെ ചെന്നിട്ടാണ് ശാലിനി എന്താണ് സ്വന്തം അനിയത്തിക്ക് തൻ്റെ കുഞ്ഞിന് കൈമാറിയത്. ഇതെല്ലാം തന്നെ ചെയ്ത ശാലിനിയാണെന്ന് അത്ര പോലും അറിയാത്ത ഒരു രാഘവേട്ടൻ പോലും അത് പറയുന്നത് സത്യാമ്മ എല്ലാം മറന്നുപോയത് കൊണ്ടാണ്. അപ്പം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് എന്താണ്, മോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നത്, എടാ നീ കൊച്ചിനെ വിളിച്ചുകൊണ്ട് എന്താണ് സ്കൂളിൽ പറഞ്ഞ് വിടാൻ നോക്ക്, കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രോഹിത്താണ് ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. സാധാരണ എപ്പോഴും നമ്മുടെ വിഷ്ണു അച്ഛനാണ് കൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പക്ഷേ ഒരു വ്യത്യസ്തത, സ്വന്തം അച്ഛൻ തന്നെ രോഹിത്തിനെ ഭയങ്കര ഹാപ്പിയായിട്ട് രോഹിത്ത് കൊണ്ടുവന്ന് സ്കൂളിൽ വിടുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്തിൻ്റെ കാർ അവിടെ പാസ് ചെയ്യുന്ന കാണിക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരദാമ്മയുടെ വീടാണ്. ശാരദാമ്മയുടെ വീട് കാണിക്കുമ്പോഴത്തേക്കും ശാരദാമ്മ എന്താണ് ശാരദാമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇന്ന് ശാലിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്കിന്ന് ഇച്ചിരി തിരക്കുണ്ട്, ഇവക്ക് വയ്യാത്തതുകൊണ്ട് ഇവളിന്ന് പോകുന്നില്ല, ഇവക്ക് പനിയായതുകൊണ്ട് പോത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ആ വർക്കുകളൊന്നും തീർത്തതുമില്ല. അതെല്ലാം ഞാൻ ഇപ്പം തീർക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഇവളിപ്പോൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നല്ലോ, അപ്പോൾ അമ്മ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാണ്. അപ്പം ശാരദാമ്മയാണ് അതിനെന്താ സ്കൂളിൽ കൊണ്ടുവിടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ കൊണ്ടുവിട്ടാൽ മതി, നമ്മുടെ കുട്ടി സത്യം പറയുവാണ്. അതുകൊണ്ട് ശാരദാമ്മ കൊണ്ടുവിട്ടിട്ടുണ്ട്. ശാരദാമ്മയുടെ കൈയൊക്കെ പിടിച്ച് നന്നായിട്ട് ശാരദാമ്മ എന്താണ് സ്കൂളിലെ ക്ലാസ് റൂമിൻ്റെ അവിടം വരെ കൊണ്ടുവിട്ടതാണ്.
ക്ലാസ്സിൻ്റെ വാതിലിൽ കൊണ്ടുവിട്ടിട്ടും നമ്മുടെ സത്യമോൾ എന്ത് ചെയ്യുവാണ്, അവിടെ ക്ലാസ്സിൻ്റെ വാതിലിൽ തന്നെ നിൽക്കുക. അപ്പോൾ ശാന്തമ്മ ചോദിക്കുന്നു, മോള് ക്ലാസ്സിൻ്റെ അകത്ത് കയറിപ്പോ. അത് ഇല്ല ശാന്തമ്മ, ഞാൻ പപ്പിയും കൂടെ വന്നിട്ട് ക്ലാസ്സിൽ കയറിപ്പോവാം എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നു, അയ്യോ ശാന്തമ്മ മനസ്സിലാക്കിയോ, പപ്പിയും കൂടെ വരുമ്പോഴത്തേക്കും പപ്പിയെ കൊണ്ടുവിടുത്ത് മിക്കവാറും വിഷ്ണു മോനായിരിക്കും. വിഷ്ണു മോൻ എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്ന്. കാരണം ശാലിനി മോൾ ഇവിടം വരെ ചെയ്ത ഒരു കാര്യത്തിനും ഒരു അർത്ഥം ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് ശാരദാമ്മ പറഞ്ഞു. എന്നാൽ പിന്നെ ശാരദാമ്മ തിരിച്ചു പോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബായ് ശാരദാമ്മേ എന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞു വിടുവാണ്. ശാരദാമ്മ ഒരു ഉമ്മയെ കൊടുത്തിട്ട് ശാരദാമ്മ വന്ന പോലെ തന്നെ ഓട്ടോയിൽ കയറി അങ്ങ് പോയി. നമ്മുടെ സത്യമോളാണ് ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്ന് നേരെ ആ വാൻ നിൽക്കുന്നതിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ആ നിൽക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിൽക്കുന്നത്, ക്ലാസ്സിൽ പോറായില്ലേ, പഠിക്കാൻ തന്നെയല്ലേ വന്നത്? അല്ല അങ്കിളെ, എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് പപ്പി മോള് വന്നു കഴിഞ്ഞു. പപ്പിമോൾ വന്നപ്പോഴത്തേക്കും സത്യമോളും പപ്പിമോളും കണ്ട് അപ്പോഴത്തേക്ക് ഇന്ന് കൊണ്ടുവിട്ടത് രോഹിത് ആണല്ലോ, ഹായ് അങ്കിളെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനോട് സംസാരിച്ചു. അപ്പോഴത്തേക്കും രോഹിത് നമ്മുടെ മിടുക്കിക്കുട്ടിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഉടനെ നമ്മുടെ പപ്പിമോൾക്ക് ഇച്ചിരി കുശുമ്പ് വന്നതായിട്ട് രോഹിത് നോക്കും. അച്ഛൻ മിടുക്കിന്ന് വിളിച്ചപ്പോഴത്തേക്കും കുശുമ്പ് വന്നോ, അത് എന്തിനാ എനിക്ക് വരുന്നത്, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് എനിക്ക് അവളുടെ അടുത്ത് കുശുമ്പൊന്നുമില്ല. പിന്നെ സത്യം ചോദിക്കുന്നത്, അങ്കിളിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് കുശുമ്പാണല്ലേ, ശരി കുശുമ്പൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ രസകരം സംസാരിച്ചിട്ട് എന്നാൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് പപ്പിമോക്ക് ഉമ്മയും കൊടുത്തിട്ട് രോഹിത്ത് പോവാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ഈ പപ്പിമോക്ക് ഉമ്മ കൊടുക്കുമ്പോൾ നമ്മുടെ സത്യമോക്കാണെങ്കിൽ ആ ഒരു അച്ഛൻ എന്നൊരു ഫീലിൻ്റെ ആ ഒരു ഇത് മുഖത്തിനകത്ത് വന്ന് മിന്നി മാറി പോകുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുകയാണ്, ഇവർ ക്ലാസ് റൂമിൽ പോകുന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ നമുക്കിവിടെ കാണിക്കുന്നത് ശാലിനിയുടെ വീടാണ്. അപ്പോൾ ശാലിനിയുടെ വീട്ടിൽ നമ്മളെല്ലാവരും പറഞ്ഞ ഒരു അതിഥി ശാരദാമ്മ പോലും കണ്ടില്ല. കാരണം ശാരദാമ്മ കയറി വന്നിട്ടുള്ളൂ. അപ്പം ശാരദാമ്മയ്ക്ക് ഇത് അറിയത്തില്ല, ഇത് ആരാ മോളെ എന്ന് ചോദിക്കത്ത രീതിയിൽ മുഖം കൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ഇത് ദേവേട്ടൻ. ഉടനെ ശാരദാമ്മ ഈ ഏട്ടൻ എന്നൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് ഒരു അത്ഭുതം, ഇത് ആരാണോ ശാലിനി ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് ശാരദാമ്മയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഇയാൾക്ക് ഭാര്യയൊക്കെ ഉണ്ടോ, കുടുംബങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആവലാതിക്കകത്താണ് ശാരദാമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവർ സംസാരിക്കുന്ന രസകരമായി കേട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ശാലിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഡൽഹിയിൽ വർക്കിൻ്റെ കാര്യത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഒരു മലയാളി ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അമ്മേ, അവിടുത്തെ ദേവേട്ടനാണ്. അവിടുത്തെ അച്ഛനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു, അച്ഛന് എന്നെ സ്വന്തം മോളെ പോലെ ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദേവൻ പറയുന്നുണ്ട്, അച്ഛന് ശാലിനി സ്വന്തം മോളായത്. കാരണം ശാലിനി ചിലപ്പം ഒരു അച്ഛൻ്റെ സ്നേഹം തേടിയത് എൻ്റെ അച്ഛനെ കൂടെ ആയിരിക്കും തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ശാരദാമ്മയുടെ മുഖം ഒരുമാതിരി ഒന്ന് വല്ലാണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോഴും ഗോപാലേട്ടൻ അവിടെ ഉണ്ടല്ലോ, അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു ഇൻറ്റിമസിയോ ഗോപാലേട്ടനായിട്ട് വന്നിട്ടില്ലല്ലോ ശാലിനിക്ക്. പിന്നെ ദേവൻ പറയുന്നുണ്ട്, എന്താ പറയാനാ, എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ശാലിനിയും എൻ്റെ അച്ഛനും കൂടെ പോകുന്ന കണ്ട അവിടെ എല്ലാവരും ശാലിനിയും അച്ഛനും യഥാർത്ഥ മകളും അച്ഛനും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ എല്ലാവർക്കും തോന്നിയിട്ടുള്ളൂ. അപ്പം മോൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ശാരദാമ്മ ചോദിക്കുന്നു. എൻ്റെ ഫാമിലിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ പോയതോടെ വീട്ടിലിപ്പോൾ ആരും ഇല്ലാണ്ടായി, എല്ലാ ചേട്ടന്മാരും 4 വഴിക്കായി, ഞങ്ങൾ 4 ആൺമക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശാലിനി പറയുന്നത് അവരുടെ വീട്ടിൽ പെൺകുട്ടികളില്ലെന്ന്. അപ്പം എന്നെ അച്ഛൻ ഒരു പെൺകുട്ടിയെ പോലെ, അതായത് ഒരു മകളെ പോലെ ഭയങ്കര സ്നേഹമാണ്, അവർ 4 ആൺപിള്ളേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇപ്പം ഞാൻ അവിടെ ഡൽഹിയിൽ തന്നെ താമസിപ്പിക്കാതെ എൻ്റെ കൂടെ ദുബായിൽ. അപ്പം ദുബായിൽ ആരുണ്ട് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോഴത്തേക്ക് ദുബായിൽ അവിടെ ഇതൊക്കെ തന്നെ ഗതി ശാരദാമ്മയെ, അതായത് ഇട്ട് മൂടാനുള്ള പണമുണ്ട്, പണം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുബേരന് വരെ വേണമെങ്കിൽ കടം കൊടുക്കത്തക്ക രീതിയിൽ പണമുണ്ട്, പക്ഷേ പണം അല്ലാതെ മറ്റൊന്നുമേ കയ്യിലില്ല എന്ന് തന്നെ പറയാം. കാരണം ചേട്ടന്മാരെല്ലാം അവരവരുടെ രീതിയിൽ ഓരോരുത്തരും ഓരോ ബിസിനസ്സായിട്ട് 4 വഴിക്ക്. ഇപ്പം അമ്മ അവിടെ നിൽക്കുന്നെങ്കിലും അമ്മയുടെ കൂട്ടിനും ആരുമില്ല, വേലക്കാരും പിന്നെ ഗാർഡനറും ഗേറ്റ് കീപ്പറും ഇവരൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കൊരു ഫാമിലിയാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വിവാഹം കഴിക്കുമെന്നെങ്കിൽ ശാലിനിയെ പോലെ തന്നെ ഒരു മോളെ കണ്ടുപിടിച്ച് വേണം വിവാഹം കഴിക്കാനെന്ന് പറയുന്നു. അപ്പം ഞാനെപ്പോഴും അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു, അതായത് വിഷ്ണു നടുക്ക് കയറി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് നോക്കിയേനായിരുന്നു. അപ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു വർത്താനം ശാരദാമ്മയ്ക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശാരദാമ്മയുടെ മനസ്സിൽ ഇന്നും എന്നും മരുമകനായ നമ്മുടെ വിഷ്ണു മോൻ എന്ന് തന്നെയാണ് ഉള്ളത്. കാരണം ആ പറയുമ്പോൾ ഒരു റെസ്പെക്റ്റും ഇന്നും കാണുന്നില്ലെങ്കിലും ആ ഒരു റെസ്പെക്റ്റും എല്ലാം വിഷ്ണുവിൻ്റെ അടുത്ത് മാത്രമേ അപ്പോൾ ശാരദാമ്മയ്ക്ക് ഈ പറയുന്ന ഈ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവൻ പറയുന്നുണ്ട്, അപ്പോൾ അച്ഛനൊക്കെ എന്ത് മോനെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആവുന്നുണ്ട്. എന്നിട്ട് എന്നെ അറിയിപ്പിച്ചത് പോലും ഇല്ലല്ലോ ദേവേട്ട എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെ അറിയിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ തന്നെ അറിയിപ്പിക്കാൻ, അപ്പോൾ നമ്മൾ മധുര വെച്ച് കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ. ആ മധുര വെച്ച് കണ്ടപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാര്യം താൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, വിഷ്ണുവിനെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനകത്തായതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയാഞ്ഞതാ. എന്തിനാ തൻ്റെ സന്തോഷം ഞാൻ ഇതൊക്കെ പറഞ്ഞ് നശിപ്പിക്കുന്നത് എന്നിട്ട് പറയാതിരുന്നതാ. എനിക്കറിയാം തനിക്കത് ഭയങ്കര വിഷമമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാഞ്ഞതാണ്.
ഇവരിതൊക്കെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഷാലിക്ക് പെട്ടെന്ന് എന്താണ് ഒരു കോൾ വരുവാണ്, സ്കൂളിൽ നിന്നാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്. അത് മാഡം സത്യയ്ക്ക് എന്ത് പറ്റി, സത്യ ഇന്ന് വന്നില്ല? സത്യ വന്നില്ലാന്നോ? സത്യ ഇന്ന് വന്നിട്ടുണ്ടല്ലോ മാഡം. അല്ല മാഡം, ഇവിടെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ മാഡത്തിനെ ഒന്ന് വിളിച്ചൊന്ന് കൺഫേം ആക്കിയതാ. വേറെ ഒരു കുട്ടി സത്യയുടെ കൂടെ മിസ്സിങ് ആണെന്ന് ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ മാഡം ഞാൻ ഒന്ന് ചെക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്കൂളുകാരങ്ങ് ഫോൺ കട്ട് ചെയ്തു. ഷാലിനിക്ക് അന്നെങ്കിൽ ഭയങ്കര ടെൻഷനായി. അപ്പം ശാരദാമ്മ ചോദിക്കുന്നത് എന്തോടി മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ അവർ പറയുന്നത് സത്യം ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല. അവരൊന്നും പറയാതെ എന്താണ് അവരെന്തോ പറഞ്ഞത്, നീ പറ. അവരൊന്നും പറഞ്ഞില്ല അമ്മേ, അവർ പറയുന്നത് ഞങ്ങൾ ചെക്ക് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ട്, നോക്കുന്നേ ഉള്ളൂ, കാണുന്നില്ല, വേറെ കുട്ടി മിസ്സിങ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ. എന്നാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടേടി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഷാലി പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവൻ പറയുന്നുണ്ട്, ഇതൊക്കെ സർവ്വസാധാരണോ, എന്താണ് എൻ്റെ ചേട്ടൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഇങ്ങനെയാണ് സ്കൂളുകാർ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ ടെൻഷൻ അടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയും. അവർ സോറി ഞങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ പറയും. ഇതൊക്കെ സർവ്വസാധാരണോ എന്ന് പറയുമ്പോഴത്തേക്കും ഷാലിനിക്കും അത് മനസ്സിന് കേൾക്കുന്നില്ല, അത്ര ടെൻഷനുണ്ട്. അമ്മ സത്യം സ്കൂളിൽ കൊണ്ടുവിട്ടതല്ലേ? ഇനി ഞാൻ കൊണ്ടുവിട്ടതാണെന്നേ, ഞാൻ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ വരെ കൊണ്ടുവിട്ടതാണ്. അതിനുശേഷം എന്താണ് ഞങ്ങൾ ബായും പറഞ്ഞിട്ട് ഞാൻ നേരെ അമ്പലത്തിലും കയറിയിട്ടല്ലേ ഇവിടെ വീട്ടിൽ വരുന്നത്. എന്നാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം, എന്താണെന്ന് പറഞ്ഞിട്ട് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയുന്നത് ഞാൻ വരുന്നത്. അതുകൊണ്ട് ശാലിനി പറയുന്നത് വേണ്ട മോളെ, ദേവൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എന്താണ് ദേവമോൻ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും എന്താണ് അവളെ സ്കൂളിൽ തന്നെ കാണും. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും കാണത്തില്ല. നിങ്ങൾ രണ്ടുപേരും കുറേ നാളുകളായാലും കണ്ടിട്ട് നിങ്ങൾ എന്ന് സംസാരിക്കുക, അമ്മ പോയി നോക്കിയിട്ട് വരാമെന്നു. ശാരദാമ്മയ്ക്ക് പേടിയുണ്ട്. ശാരദാമ്മ നോക്കാനായിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഇവിടെ റോഡിനകത്ത് നമ്മുടെ ഈ രണ്ട് പിള്ളേരും കൂടെ കൈയോട് കൈ പിടിച്ച് എന്താണ് അങ്ങ് നടക്കുക. ഉണ്ടെങ്കിൽ അവിടെ പപ്പികൾ പറയുന്നത് ഇത് എന്തോ സത്യം, കുറേ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കാല് കഴിക്കുന്നു, ഇത്രയും നേരമായിട്ട് നമ്മൾ എത്തിയില്ലേ? അത് ഇപ്പം എത്തും, ഞാൻ കാറി വരുമ്പം കണ്ടിട്ടുള്ളതാ, ഇവിടെ അടുത്ത് തന്നെ എന്താണ് ബസ് സ്റ്റാൻഡുള്ളത് കണ്ടില്ല. കാറി വരുമ്പോൾ നമ്മൾ ഷൂ എന്ന് പറയുമ്പോഴത്തേക്ക് കാർ വരും, അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വേഗത്തിൽ ബസ് സ്റ്റാൻഡിലുള്ളത് കാറിന്. പക്ഷെ നമ്മൾ നടക്കാൻ തുടങ്ങിയാലോ അപ്പോഴൊന്നും എത്തത്തില്ല. അത് നമ്മൾ ഈ കുട്ടികൾ നടക്കാൻ തുടങ്ങിയാൽ ഒട്ടും എത്തത്തില്ലാന്നേ, എന്തൊരു പാടാന്നറിയോ. നീ നടക്ക് പപ്പി, നിനക്ക് ചേച്ചിയമ്മയെ കാണണ്ടേ? ചേച്ചിയമ്മയെ കാണണം, എന്നാൽ പിന്നെ ഉത്സാഹിച്ച് നടക്ക്. അത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് കാലല്ലേ, അതുകൊണ്ടാണ് നമ്മൾ നടന്നാലും പെട്ടെന്നൊന്നും എത്താത്തത്. എന്നാലിപ്പോൾ ഉടൻ തന്നെ ബസ് സ്റ്റാൻഡ് വരെ നീ നല്ല ഉഷാറായിട്ട് നടന്നോ, നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ എത്തണ്ടേ എന്ന് പറഞ്ഞ് രണ്ടുപേരും നടക്കുക. പിന്നെ ഇവിടെ കാണിക്കുന്ന ശാലിനി എന്താണ്, ശാലിനിയും ദേവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവൻ എന്താണ് ശാലിനി സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ചാറ്റർജിയുടെ വീടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനിയുടെ മനസ്സ് അവിടെ ഒന്നുമില്ല. ശാലിനിയുടെ മനസ്സ് സത്യയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഒരു അമ്മയല്ലേ. അപ്പം ദേവൻ എന്താണ് വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ശാലിനി താൻ ടെൻഷൻ ആവണ്ടോ, സത്യം അവിടെ തന്നെ കാണും. ദേവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഡോ താൻ ടെൻഷനാവണ്ട, സത്യയെ കണ്ടിട്ട് കുറേ നാളായില്ലേ. സത്യാമ്മയ്ക്ക് ഇപ്പം സത്യം വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമായിരിക്കും അല്ലേ? ആയിരിക്കും, അറിയത്തില്ല. വരുവാണെങ്കിൽ ഒന്ന് കാണാമെന്ന്. കക്ഷിയെ കണ്ടിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ എനിക്കൊന്ന് കാണാമായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി ഒന്ന് ചെറിയ രീതിയിൽ പുഞ്ചിരിക്കുന്നു. പക്ഷേ ടെൻഷൻ നിറഞ്ഞ ഒരു ചിരിയാണ്. അപ്പം സത്യം അന്വേഷിച്ച് പോകുന്ന പോക്കാണ് ഇനിയുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണ് പപ്പിയുടെ വീട്ടിൽ അറിയിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. ആർക്കും റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്